നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലലീഗയിലെ മികച്ച തുടക്കം യുവേഫ ചാമ്പ്യൻസ് ലീഗിലേക്ക് കൂടി കൊണ്ടുപോകാൻ ബാഴ്സ ഇന്ന് ഒരുങ്ങിയിറങ്ങുന്നു. എതിരാളികൾ AS മൊണാക്കോയാണ്. മൊണാക്കോയുടെ മൈതാനത്ത് രാത്രി ഇന്ത്യൻ സമയം 12:30 മത്സരം. ഇതേ മൊണാക്കോയോട് ജോൻ ഗ്യാമ്പർ ട്രോഫിയിൽ, അതായത് ബാഴ്സലോണയുടെ സീസൺ ഓപ്പണറാണല്ലോ ജോൻ ഗ്യാമ്പർ ട്രോഫി, അവിടെ 3-0 ബാഴ്സലോണ തോറ്റിരുന്നു. അന്ന് ബാഴ്സയുടെ മൈതാനത്ത് നടന്ന കളിയിൽ ബാഴ്സയുടെ ആരാധകർ തന്നെ അവരെ കൂവി വിളിക്കുന്ന കാഴ്ച കണ്ടു. പക്ഷേ ആ സമയമൊക്കെ മാറിപ്പോയി. പിന്നെ നടന്ന മത്സരങ്ങൾ, 5 ലലീഗ മത്സരങ്ങൾ വിജയിച്ച് കയറിയാണ് ബാഴ്സ വരുന്നത്. അതുകൊണ്ട് ഇന്ന് നമുക്ക് സ്റ്റേഡ് ലൂയിസ് സെക്കൻഡിൽ ബാഴ്സയുടെ ഒരു പൊളിച്ചെടുക്കൽ കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ അവരുടെ ആരാധകർ കാത്തിരിക്കുന്നു. എന്നാൽ മൊണാക്കോ വിട്ടുകൊടുക്കില്ല എന്ന പ്രതീക്ഷയിൽ അവരുടെ ആരാധകർ വിരിക്കുകയാണ്. നമ്മൾ ആരിറങ്ങും, ആര് നേടും, ആരൊക്കെ ആദ്യ 11-ലുണ്ടാകും, അതുപോലെ തന്നെ എന്തായിരിക്കും സ്കോർ ലൈൻ എന്നുള്ളതൊക്കെ ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യുകയാണ്. ഇത് പ്രധാനപ്പെട്ട മത്സരങ്ങൾ വരുമ്പോൾ നമ്മൾ ചെയ്യാറുള്ളതാണ്, നിങ്ങൾക്കറിയാം. അത് പ്രഡിക്ഷൻ എന്ന് പറയുമ്പോൾ അത് നമ്മൾ കളിയുടെ ഒരു ആവേശത്തിൽ അങ്ങ് ചെയ്യുന്നതാണ്. അത് തന്നെ 90 മിനിറ്റ് കളിക്കളത്തിൽ സംഭവിക്കണമെന്നില്ലല്ലോ. നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള പ്രഡിക്ഷൻസും അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടാവും. നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന AS മൊണാക്കോയുടെ 11 എന്ന് പറയുന്നത് അവരുടെ ഗോൾ കീപ്പറായിട്ട് കോൻ, പിന്നെ ഡിഫൻസിൽ കായോ ഹെൻറിക്കെ, സാലിസു, കെഹറർ, വാൻഡേഴ്സൺ എന്നിവരെ പ്രതീക്ഷിക്കുന്നു. മധ്യനിരയിലേക്ക് വരുമ്പോൾ സക്കറിയയും കമാറയും ഉണ്ടാകും. പാർശ്വങ്ങളിലായിട്ട് ബെൻസിഗറും അതുപോലെ തന്നെ അക്ലൂച്ചും ഉണ്ടാകും. കൂടാതെ മിനാമിനോയും. മുന്നേറ്റങ്ങൾ നയിക്കാൻ വേണ്ടി എംബോളോ. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന അവരുടെ ഒരു 11, അതായത് AS മൊണാക്കോയുടെ 11. FC ബാഴ്സലോണയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഡാനി ഓൾമോക്ക് പരിക്ക്, അദ്ദേഹം സ്ക്വാഡിലില്ല. അൻസു ഫാറ്റി തിരികെ എത്തുന്നു. ആദ്യ 11-ൽ ഉണ്ടാകുമോ? അതിനുള്ള സാധ്യത കുറവാണ്. നമ്മൾ ബാഴ്സയുടെ ഒരു ലൈനപ്പ് നോക്കുകയാണെങ്കിൽ ഗോൾ കീപ്പറായിട്ട് ടെർ സ്റ്റെഗൻ, ഡിഫൻസിൽ കൂണ്ടെ, കുബാസി, ഇനീഗോ മാർട്ടീനസ്, ബാൽഡെ എന്നിവരെ പ്രതീക്ഷിക്കുന്നു. മധ്യനിരയിൽ കസാഡോയും റാഫീഞ്ഞോയും പെഡ്രിയും. മുന്നേറ്റങ്ങൾ നയിക്കാൻ വേണ്ടി ലാമിൻ യമാലും ഫെറാനും ഒപ്പം റോബർട്ട് ലെവൻഡോസ്കിയും. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ബാഴ്സയുടെ ഒരു 11. ആര് വിജയിക്കുമെന്ന ചോദ്യത്തിന് ജോൻ ഗ്യാമ്പർ ട്രോഫി മറക്കാം. ഇന്നലെ ഹാൻസി ഫ്ലിക്ക് പറഞ്ഞ പോലെ ജോൻ ഗ്യാമ്പർ ട്രോഫി മറക്കാം. ബാഴ്സയുടെ നിലവിലെ ഫോമിൽ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് ബാഴ്സലോണ വിജയിച്ച് കയറുമെന്നാണ് റാഫ് ടോക്സിൻ്റെ പ്രഡിക്ഷൻ. നിങ്ങളുടെ പ്രഡിക്ഷൻ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.